പണ്ട് നമുക്കൊക്കെ അറിയുന്ന ഒരു ഒരു ദൃഷ്ടാന്തവും കഥയുമാണ് ആടിനെ പട്ടിയാക്കുക എന്നുള്ളത്. രാവിലെ കേശവൻ ആടിനെയും കൊണ്ട് ഇറങ്ങിയപ്പോൾ ഒരാൾ ചോദിച്ചു, നീ എങ്ങോട്ടാണ് ഈ പട്ടീനെയും കൊണ്ട് പോകണത്? അയാൾ, നിനക്കെന്തോടെ പ്രാന്തുണ്ടോ? ഞാൻ ആടിനെയും കൊണ്ട് പോകുമ്പോൾ ഞാൻ പട്ടീനെ കൊണ്ട് പോകാമെന്ന് ചോദിക്കുകയാണ്. ഇത് ആടല്ലേ? അതെയോ, സാരമില്ല, പോയി. കുറച്ചും കൂടി കേശവൻ മുന്നോട്ട് നടന്നപ്പോൾ വേറൊരാൾ ചോദിച്ചു, അല്ല രാവിലെ എങ്ങോട്ടാണ് പട്ടീനെയും കൊണ്ട് പോകണത്? എന്ത്, ആടല്ലേ, നിനക്കൊന്നും ഇതാ കണ്ടാൽ അറിയില്ലേ? കുറച്ചും കൂടി നടന്നപ്പോൾ മൂന്നാമതൊരാൾ ചോദിച്ചു, രാവിലെ എങ്ങോട്ടാണ് ഈ ആടിനെയും കൊണ്ട് പോണേ? ചെറിയൊരു സംശയം ഇയാൾക്ക് ഉണ്ടായി, എന്നാലും പുറത്ത് കാണിച്ചില്ല. നാലാമതും അഞ്ചാമതും അങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്ത വ്യക്തികൾ 9 പേര് കേശവനോട് എന്താ രാവിലെ പട്ടീനെയും കൊണ്ട് പോണതെന്ന് ചോദിച്ചപ്പോൾ 10ാമത്തെ പ്രാവശ്യം കേശവന് തന്നെ മനസ്സിലായി, എന്ത്, ഇത് പട്ടിയാണ്. അതിനെ അയാൾ അഴിച്ചു വിട്ടു. ഇതാണ് പണ്ടേ നമ്മുടെ മുത്തശ്ശിമാർ പറഞ്ഞു തന്ന കഥ. ഇത് അതിൻ്റെ 1ാം ഭാഗമേ ആകുന്നുള്ളൂ. ഇതല്ല കഥയുടെ മുഖ്യ തലം. അത് 2ാം ഭാഗമാണ്. അതെന്താ 2ാം ഭാഗം? കേശവൻ ആടിനെ ഉപേക്ഷിച്ചതും 10 പേരും ഒത്തുവന്ന് അതിനെ വെട്ടിമുറിച്ച് തോല് പൊളിച്ച് കറി വെച്ച് പൊരിച്ച് കഴിച്ചു. ഇതാണ് കഥയുടെ 2ാം ഭാഗം. ഈ 2ാം ഭാഗത്തിലാണ് നമ്മൾ ശ്രദ്ധാലുക്കളാവേണ്ടത്. ഈ സനാതനധർമ്മ വ്യവസ്ഥയെ നശിപ്പിക്കേണ്ടത്, നശിപ്പിച്ചാലേ തങ്ങളുടേതായ ആശയ ആദർശ പ്രചരണം സാധിക്കൂ എന്നുള്ളത് ഇന്നും ഇന്നലെയുമുള്ള കണ്ടെത്തലല്ല. അതിനാണ് കുടുംബങ്ങളെ ശിഥിലമാക്കാൻ ശ്രമം നടത്തുന്നത്. അതിനാണ് ധാർമ്മികങ്ങളായ ഓരോ ബിംബങ്ങളെയും ഉടയ്ക്കാൻ ബോധപൂർവമായി പരിശ്രമിക്കുന്നത്. അതിനുള്ള സാഹിത്യ സൃഷ്ടികൾ ഏറെയുണ്ടായി ഇവിടെ. നമ്മൾ എന്തെല്ലാം പൂജ്യമായി കാണുന്നുവോ അതിനെയെല്ലാം നിന്ദിക്കാനോ സംശയിക്കാനോ ഉള്ള മനോഭാവം സമൂഹ മനസ്സിന് കൊടുത്തു. അതൊരു 19 വർഷമായിട്ടുള്ള സാഹിത്യങ്ങളിലൂടെ നമുക്ക് കാണാം. അതിൻ്റെ പുനരാവിഷ്കാരമായിട്ട് സിനിമകൾ കാണാം. അതൊന്നും വേണ്ടെന്നല്ല പറഞ്ഞു, എല്ലാം വേണം. നാടകങ്ങൾ കാണാം, കവിതകൾ കാണാം. അതിനൊക്കെ ചേർന്ന് ഓരം പറ്റി പോകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ആശയ പ്രചരണങ്ങൾ കേൾക്കാം, കാണാം. ഇതെല്ലാം ഒത്തുചേർന്നിട്ട് ധർമാവബോധം ഇല്ലാതാക്കുക എന്നുള്ളത് വലിയ ലക്ഷ്യമാക്കി വച്ചിരിക്കുന്നു. അതുകൊണ്ട് ധാർമ്മികരെന്ന് കരുതുന്നവർക്കും ഒരു സംശയം, ഇതൊക്കെ മോശമല്ലേ, നമ്മൾ ഇനിയിപ്പോഴുള്ള കാലത്ത് ഇങ്ങനെ വർണ്ണാശ്രമമൊന്നും പറയണ്ട കേട്ടോ, അതൊക്കെ വളരെ മോശപ്പെട്ടതാണ് എന്ന്. അവിടെയാണ് ശാസ്ത്രീയമായി മനസ്സിലാക്കേണ്ടത്. ഒരു സംശയമില്ലാതെ ഭഗവാൻ ഭാഷ്യകാരൻ സനാതനധർമ്മം എന്ത് എന്ന് നിർവചിക്കുന്ന സന്ദർഭത്തിൽ പറഞ്ഞത് ഓർമ്മിക്കുക. ജഗതഃ സ്ഥിതി കാരണം പ്രാണിനാം സാക്ഷാത് അഭ്യുദയ നിശ്രയസ ഹേതു യഹ സഹ ധർമ്മ ബ്രാഹ്മണാദ്യൈ വർണ്ണിഭി ആശ്രമിഭിശ്ച ശ്രേയോ അർത്ഥിഭി അനുഷ്ഠീയമാനഃ എന്ന്. അതിൽ നാണോ വ്യതിചലിക്കാനില്ല. വർണ്ണികളാലും ആശ്രമികളാലും അനുഷ്ഠിക്കപ്പെടുന്നതാണ് ധർമ്മം. അറിയാതെ പോലും ഒരു അപകർഷതയുടെ ഒരു 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 ചെറിയ അംശം പോലും നമ്മളിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കരുത്. 1000 പേര് ഇത് ദോഷമാണെന്ന് പറയട്ടെ, സന്തോഷം എന്ന് ചിരിച്ചുകൊണ്ട് പറയാനുള്ള കഴിവ് വേണം. എന്നാൽ വ്യവസ്ഥയിൽ ദോഷങ്ങളില്ലെന്ന ദുരഭിമാനം നന്നല്ല. എല്ലാ വ്യവസ്ഥകളിലും ദോഷങ്ങൾ കടന്നുകൂടും. നമ്മൾ വളരെ നല്ല ഉദ്ദേശ്യ ലക്ഷ്യങ്ങളോടുകൂടി ഒരു പ്രസ്ഥാനം രൂപീകരിച്ചാൽ കുറച്ച് കൊല്ലം പ്രവർത്തിക്കുമ്പോഴത്തേക്ക് അതിൽ ദോഷങ്ങൾ കടന്നുകൂടും. അപ്പം നിരന്തരമായ നിരീക്ഷണവും നിരന്തരമായ ശുദ്ധീകരണ പ്രക്രിയയും നടന്നാൽ മാത്രമേ ഏതൊരു പ്രസ്ഥാനവും ശുദ്ധമായി മുന്നോട്ട് പോകൂ. ഇതെപ്പോഴും നമ്മൾ ഓർമ്മിക്കുക.